ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു റീചാർജബിൾ റേഡിയോയാണ്. നോയ്സി ബോക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ റേഡിയോ ഇറക്കിയിരിക്കുന്നത്. ഈ റേഡിയോ പൂർണ്ണമായും അസംബിൾ ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇതിൻ്റെ ക്യാബിൻ മേക്ക് ചെയ്തിരിക്കുന്നത് MDF ബോർഡ് ഉപയോഗിച്ചാണ്. ഫ്രണ്ടിൽ വരുന്ന പാനൽ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്രില്ലുകൾക്കുള്ളിലാണ് സ്പീക്കറുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് പാനലും പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചത് തന്നെയാണ്. ക്യാബിൻ നല്ല സ്ട്രോങ് ആണ്. ഇതിൻ്റെ വാറൻറ്റി വരുന്നത് 6 മന്ത് ആണ്. ഈ റേഡിയോ 4 ബാൻഡ് റേഡിയോ ആണ്. മൊത്തം 4 ബാൻഡുകളാണ് ഇതിലുള്ളത്: FM, AM, SW1, SW2. ഈ സെറ്റിൽ റേഡിയോ മാത്രമല്ല ഉള്ളത്, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും USB കണക്ടിവിറ്റിയും ഓക്സ് കണക്ടിവിറ്റിയും ഉണ്ട്. നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് കൂടി നമുക്ക് ഇവർ തരുന്നുണ്ട്. ഈ റിമോട്ട് ഉപയോഗിച്ച് റേഡിയോ ഫംഗ്ഷനൊന്നും വർക്ക് ചെയ്യില്ല. വോളിയം കൺട്രോളിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ആ സ്വിച്ചിൽ തന്നെയാണ് ഓക്സിലേക്കും റേഡിയോയിലേക്കും USB-യിലേക്കും ബ്ലൂടൂത്തിലേക്കും മാറ്റാനുള്ള ഫംഗ്ഷൻ കൂടി നിൽക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ നമ്മൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ തന്നെ ഇതിന് പ്ലേ ബാക്ക് കിട്ടുന്നതുമാണ്. അതുകൂടാതെ നമുക്കിത് ഡയറക്റ്റ് പ്ലഗിൽ കുത്തിയും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഈ റേഡിയോയിൽ നമ്മുടെ സാധാരണ ബാറ്ററി ഉപയോഗിച്ചും നമുക്കിത് പ്ലേ ചെയ്യാൻ സാധിക്കും. 11 മാസമായിട്ട് ഞാൻ ഈ റേഡിയോ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ സെറ്റിൽ റേഡിയോ കേൾക്കാൻ നല്ല ക്ലാരിറ്റിയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയുമാണ്. FM സ്റ്റേഷൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. SW സ്റ്റേഷൻ എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതങ്ങനെ വെക്കാറൊന്നുമില്ല. AM അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബ്ലൂടൂത്തും USB ഉപയോഗിച്ചുകൊണ്ട് സോങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമാണ്. വളരെ മോശമെന്ന് പറഞ്ഞാൽ ബേസ് ലെവലൊന്നും തീരെയില്ല, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ റേഡിയോ ഔട്ട്പുട്ട് വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിന് 2 സ്പീക്കർ ഉണ്ടെങ്കിലും ഇത് മോണോ ഔട്ട്പുട്ടാണ് തരുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഞാൻ വാങ്ങിയപ്പോൾ ഉള്ള അതേ ബാറ്ററി ബാക്കപ്പ് തന്നെ എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. കാര്യം ഞാനിത് റെഗുലറായിട്ട് റീചാർജ് ചെയ്തും ഡിസ്ചാർജ് ചെയ്തും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റേഡിയോയിൽ പൂർണ്ണ സംതൃപ്തനാണ്. കാരണം ഞാനിത് റേഡിയോയെ ഉദ്ദേശിച്ച് മാത്രം വാങ്ങിയതാണ്. ഈ ഒരു വിൻറ്റേജ് ലുക്ക് നോക്കി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റേഡിയോ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. നമുക്ക് സോങ് ഒന്നും അധികമൊന്നും ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അന്ന് ഈ റേഡിയോ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 3600 രൂപയ്ക്കാണ്. ആ വീട് ഇപ്പോഴും ഉണ്ടോ? ആ വീടുണ്ട്, പക്ഷെ അവിടെ ആരും തന്നിരിക്കുന്നു. ഒരു പഴയ വീടാ. പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. സ്വന്തമാക്കൂ ഓരോ പർച്ചേസിലും ഉറപ്പായ സമ്മാനം.